ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്തായി കിഴക്കമ്പലം മാർക്കറ്റിനോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നൊരു വലിയ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2350 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കിഴക്കമ്പലം മാർക്കറ്റിലേക്ക് 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. കൂടാതെ പഴങ്ങനാട് ഹോസ്പിറ്റലിലേക്ക് 5 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്ററുമാണുള്ളത്. വളരെ ശാന്തമായിട്ടുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്കിനി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് നോക്കാം. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഒരു ഇന്നോവ കാർ സുഖമായി നമുക്കിവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു കാർ കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിൻ്റെ മുൻവശത്തായി നമുക്ക് ലഭിക്കുന്നുണ്ട്. മുറ്റം മുഴുവനായി തന്നെ കടപ്പാക്കലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ്സുകൾ കിണർ വെള്ളവും ബോർവെല്ലുമാണ്. രണ്ടും കൃത്യമായി വടക്ക് കിഴക്ക് മൂലയിൽ തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 4-5 പേർക്ക് ചേറിട്ടിരിക്കാവുന്ന രീതിയിലുള്ള വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. നമുക്കിനി വീടിന്റെ അകത്തെ വിശേഷങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റും ഇവിടെ നമുക്ക് കാണാനാവുന്നുണ്ട്. മനോഹരമായൊരു സീലിംഗ് വർക്കും ഈ ലിവിംഗ് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കാണ്. 10-12 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ക്രോക്കറി ഐറ്റംസ് വെക്കുന്നതിനായിട്ടുള്ള വലിയൊരു ഷെൽഫ് തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാം കളറിലുള്ള 2 ഹാങ്ങിങ് ലൈറ്റുകളും ഡൈനിങ് ഏരിയയിലായി കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങിമാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടറിനോടും ചേർന്ന് മനോഹരമായൊരു കബോർഡ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് മിററും ഹാങ്ങിങ് ലൈറ്റും ഒക്കെ കൊടുത്ത് ഗംഭീരമാക്കി തന്നെയാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കയറി ചെല്ലാം. ലൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ വീടിന്റെ കിച്ചൺ കബോർഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സൗകര്യമുള്ളൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റവ് വെക്കുന്ന രീതിയിൽ തന്നെയാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നതും. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാം. അടുക്കളക്ക് പുറമെയായി നല്ല സൗകര്യമുള്ള വലിയൊരു വർക്ക് ഏരിയ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വർക്ക് ഏരിയ മുഴുവനായി തന്നെ ഷീറ്റ് ചെയ്ത് കവർ ചെയ്ത് ഭംഗിയാക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമുക്കടുത്തതായി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കയറി ചെല്ലാം. 14 അടിയോളം നീളമുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. സീലിങ്ങുകൾ ഒന്നും തന്നെ ചെയ്യാതെ വളരെ സ്റ്റാൻഡേർഡായി കൺസീൽഡ് ലൈറ്റുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇവിടെയും സിറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കയറി ചെല്ലാം. 14 അടിയോളം നീളത്തിലുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിലും നൽകിയിട്ടുണ്ട്. വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ നല്ല ഭംഗിയാക്കി തന്നെയാണ് വാർഡ്രോബുകൾ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. താഴത്തെ നിലയിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. മുഴുവനായി സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെയാണ് ഹാൻഡ് റെയിലുകൾ കൊടുത്തിരിക്കുന്നത്.
ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ചെറിയൊരു പാസേജ് ഏരിയയാണ്. ഇവിടെ നിന്നാണ് ബെഡ്റൂമുകളിലേക്കും ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കും എല്ലാം തിരിഞ്ഞു പോകുന്നത്. ഈ ഏരിയയിലായി പെയിന്റ് കൊണ്ടുള്ള നല്ലൊരു ഡിസൈൻ വർക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഇനി ഈ വീട്ടിലെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്കൊന്ന് കടന്നു ചെല്ലാം. താഴത്തെ നിലയിലതുപോലെ തന്നെ വലിയൊരു ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ മനോഹരമായൊരു TV യൂണിറ്റും ഇവിടെയും നൽകിയിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് കൊണ്ടും സ്പോട്ട് ലൈറ്റും കൊണ്ടുള്ള മനോഹരമായൊരു സീലിംഗ് വർക്കും ഇവിടെ നമുക്ക് കാണാം. നമുക്കടുത്തതായി ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്കൊന്ന് കയറി ചെല്ലാം. ഏകദേശം 10 അടി നീളവും 10 അടി വീതിയുമുള്ള അത്യാവശ്യം വലിപ്പമുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു മിററും വാഷ് ബേസിനും കൂടെ ബിൽഡർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കടുത്തതായി ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കയറി ചെല്ലാം. താഴത്തെ നിലയിലതുപോലെ തന്നെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതോടൊപ്പം തന്നെ ചെറിയൊരു വർക്കിംഗ് ടേബിളും ഒക്കെ സെറ്റ് ചെയ്താണ് ഈ റൂമിൽ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിന്റെ എൻട്രൻസിനോട് ചേർന്നായി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയും ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. നമുക്കിനി ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കൊന്ന് കയറി ചെല്ലാം. ഈ വീട്ടിലെ മറ്റു ബെഡ്റൂമുകൾ പോലെ തന്നെ 14 അടിയോളം നീളമുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഈ ബെഡ്റൂമും. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് കൂടെ തന്നെ ഒരു സ്റ്റഡി ടേബിളും കൂടെ നൽകിക്കൊണ്ടാണ് ഈ റൂമിൽ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇനി നമ്മൾ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ബാൽക്കണിയിലേക്കാണ്. നല്ല സൗകര്യമുള്ളൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. കുറച്ചു ഭാഗം കവേർഡായും കുറച്ചു ഭാഗം ഓപ്പൺ ഏരിയയുമായിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. വളരെ ശാന്തവും മനോഹരമായൊരു വ്യൂ തന്നെയാണ് ഈ വീടിൻ്റെ ബാൽക്കണിയിൽ നമുക്ക് ലഭിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിൻ്റെ വിലയെ പറ്റിയാണ്. 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2350 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.